എൻ്റെ പേര് സോമയാജി. ഇപ്പോൾ ഞാനുള്ളത് ബദനിയ ക്ലിനിക് എന്ന ആശുപത്രിയിലാണ്. ഹൃദ്രോഗ ചികിത്സയ്ക്കാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. 2014 എനിക്ക് ഹൃദയ ആഘാതമുണ്ടായി. ആ സമയത്ത് മറ്റൊരു ആശുപത്രിയിൽ പോയിട്ട് ഒരു സ്റ്റെൻറ്റ് എനിക്ക് വെച്ചിരുന്നു. ഏതാണ്ട് 8 വർഷക്കാലം കുഴപ്പമില്ലാതെ പോയി. ശേഷം വീണ്ടും എനിക്ക് പ്രശ്നങ്ങളായി. 2022 വീണ്ടും ഒരു ഹൃദയ ആഘാതം വന്ന സമയത്ത് 3 സ്റ്റെൻറ്റ് വെക്കേണ്ടി വന്നു. 3 സ്റ്റെൻറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ 2023 ആയപ്പോഴേക്കും വീണ്ടും എനിക്ക് ഹൃദയത്തിന് ആ ഭാഗത്ത് വേദനയുണ്ടായി. അല്പം പോലും നടക്കാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷമാണ്. ആ സമയത്ത് ടെസ്റ്റൊക്കെ ചെയ്ത് ആൻജിയോഗ്രാമൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു വീണ്ടും ബ്ലോക്കുണ്ട്, അതുകൊണ്ട് ഓപ്പൺ ബൈപ്പാസ് സർജറി ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് അവർ 7-8 മാസം കഴിഞ്ഞിട്ട് ഒരു തീയതി കുറിച്ച് തന്നു. അതിനിടയ്ക്കാണ് ഞാൻ ഈ ബദനിയ ഹോസ്പിറ്റലിൽ EECP എക്സ്റ്റൻഡഡ് എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനിടയായത്. അത് ഇവിടെ വന്ന് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കാലിൻ്റെ താഴെയുള്ള ഹാർട്ടിൻ്റെ സെക്കൻഡ് മസിൽ എന്ന് പറയുന്ന കാഫ് മസിൽസിന് ബലം കൊടുത്തുകൊണ്ട് അതിൽ പ്രഷർ ചെലുത്തിയിട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത്. അമേരിക്കയിലും വിദേശത്തുമൊക്കെ വളരെ പ്രബലമായിട്ടുള്ള ഒന്നാണ് എന്ന് എൻ്റെ മോൻ കാനഡയിലുള്ളത് വഴി ഞാനത് അറിഞ്ഞ ശേഷം അന്വേഷിച്ച് വന്ന് കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. അന്ന് ഇവിടെ 1 മാസത്തോളം താമസിച്ച് ആ ചികിത്സ ചെയ്തു. ആ EECPയുടെ കൂടെ തന്നെ ഹീലേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് ഐറ്റംസിനെ പുറത്ത് കളയുന്ന ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ്. ആ 2 ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്ത ശേഷം വളരെ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. കുറേ കാലം അടുപ്പിച്ച് ഇവിടെ വന്ന് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആദ്യം 1 മാസം, പിന്നെ 2 മാസം, ഇപ്പോൾ 3 മാസം കൂടുമ്പോഴാണ് ഞാനിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം എനിക്കുണ്ട്. ഒരു പ്രയാസവും കൂടാതെ അരമണിക്കൂറോളം നടക്കുവാനും സാധിക്കുന്നുണ്ട്. ഇപ്പോഴും വന്ന് ഇന്ന് ഒരു കീലേഷൻ ട്രീറ്റ്മെൻറ്റിനാണ് ഞാൻ വരുന്നത്. അത് മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ. 3 മാസത്തിലൊരിക്കൽ വന്ന് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് കൾച്ചറൊക്കെ നോക്കി നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അതിന് സപ്ലിമെൻ്റ് ചെയ്ത് മാഗ്നീഷ്യമോ കാൽസ്യമോ മറ്റു കാര്യങ്ങളോ ഏതൊക്കെയാണ് വേണ്ടത് എന്ന് ഡോക്ടർ ഗ്രിഗർ പീറ്റർ വില്യംസ് എന്ന അദ്ദേഹമാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. വളരെ പ്രശസ്തമായ രീതിയിൽ നടത്തുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടുത്തെ അന്തരീക്ഷം ഒന്ന് പ്രത്യേകത പറയേണ്ടതാണ്. ഇവിടുത്തെ ആഹാര രീതി നമ്മൾക്ക് അനുയോജ്യമായ രീതിയിൽ ഡയറ്റീഷ്യൻ കുറിച്ച് തരുന്നത് പോലെയല്ല. ഇവിടെ താമസിച്ച് നമ്മൾ ആ ചികിത്സ എടുക്കുമ്പോൾ ആ ആഹാര രീതി പിന്തുടരാൻ സഹായമായ രീതിയിൽ സ്വന്തമായിട്ടുള്ള ഒരു കിച്ചൺ ഇവിടെ നടത്തുന്നുണ്ട്. പേഷ്യൻസിന് വേണ്ടി മാത്രമുള്ള കിച്ചനാണ്. അതുപോലെ ചികിത്സയ്ക്ക് വരുന്നവർക്കും സൗജന്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം വളരെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഇവിടെ തന്നെ വിളയിച്ചെടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓരോരുത്തർക്കും തനതായ രീതിയിലുള്ള ഭക്ഷണക്രമം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രോഗങ്ങളൊക്കെ സുഖമായിട്ട് മാറിക്കിട്ടും എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്.